അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഇന്ന് നമ്മൾ പുതിയ പാഠമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കാം. എഅ്തിബാർ എന്ന് പറഞ്ഞാൽ വിശ്വാസം, പരിഗണന എന്നൊക്കെ. ഓക്കെ, നല്ല രസമുള്ള പാഠമാണ്, എല്ലാവരും ശ്രദ്ധിക്കട്ടോ. മാക്കോ അപ്നെ ബേटे और ज़मींदार को अपने लहलाते हुए सर सब्ज़ो शादाब खेत देखकर जो खुशी होती है वही खुशी बाबा बारदी को अपना घोड़ा देखकर होती थी. മാക്കോ അപ്നെ ബേട്ടെ, ഒരു ഉമ്മാക്ക് തൻ്റെ മക്കളെ, ഓർ ജമീന്ദാർക്കോ ഭൂ ഉടമക്ക് അപ്നെ ലഹ്ലാത്തെ ഹുയെ തൻ്റെ തയച്ചു വളരുന്ന ഇടതൂർന്നു വളരുന്ന സർ സബ്സോ ഷാദാബ് പച്ചയായ സസ്യശ്യാമളമായ സസ്യങ്ങളോട് നിറഞ്ഞ ഖേത്ത് ദേഖ് കർ ഒരു വയൽ, ഒരു പാടം കണ്ടിട്ട് ജോ ഖുഷി ഹോത്തി ഹേ എത്രത്തോളം സന്തോഷമുണ്ടാകുന്നോ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഉമ്മമാർക്ക് തങ്ങളുടെ മക്കളെ കണ്ടിട്ട് പിന്നെ ഒരു ഭൂ ഉടമക്ക് തൻ്റെ തയച്ചു വളരുന്ന പച്ചയായ ഒരു വയലിനെ, പാടത്തെ കണ്ടിട്ട് എത്രത്തോളം സന്തോഷമുണ്ടാകുന്നു. വഹീ ഖുഷി, അത്രത്തോളം സന്തോഷം ബാബാ ഭാരതി എന്ന ആൾക്ക് അപ്നാ ഗോഡ തൻ്റെ കുതിരയെ ദേക്കർ കണ്ടിട്ട് ഹോത്തീത്തി ഉണ്ടായിരുന്നു. അപ്പം ഒരു ഉമ്മക്ക് എത്രത്തോളം മക്കളെ കാണുമ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു, അത്രത്തോളം സന്തോഷം ആർക്കും ഉണ്ടായിരുന്നു. ബാബാ ഭാരതിക്ക് തൻ്റെ കുതിരയെ ഇങ്ങനെ കാണുമ്പോൾ അത്രത്തോളം സന്തോഷമുണ്ടായിരുന്നു. ശ്രദ്ധിക്കാം. ഗോഡ മാത്രമല്ല, ഗോഡ ഈ കുതിരയാകുന്നത് ബടാ ഖൂബ്സൂറത്ത, ഭയങ്കര ഭംഗിയുള്ളതായിരുന്നു. നല്ല രസമാണ് ആ കുതിരനെ കാണാൻ. മാത്രമല്ല ഉസ്കെ മുക്കാബിലെ, ആ കുതിരയ്ക്ക് നേരെ, ആ കുതിരയോട് നേരിടുന്ന ഗോഡ വേറൊരു കുതിര സാരേ അലാഖമേ, ആ നാട്ടിൽ മറ്റു എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു. അതായത് ആ പ്രദേശങ്ങളിലൊന്നും എത്രത്തോളം സുന്ദരനായ നല്ലൊരു കുതിര, വേറൊരു കുതിര ഉണ്ടായിരുന്നില്ല. ബാബാ ഭാരതി ഉസ്സേ സുൽത്താൻ കഹ്കർ ബുലാത്തേത്തെ, ബാബാ ഭാരതി ഉസ്സേ ആ കുതിരയെ സുൽത്താൻ കഹ്കർ, സുൽത്താൻ എന്ന് പറഞ്ഞിട്ട് ബുലാത്തേത്തെ വിളിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പേരാണ് സുൽത്താൻ എന്നാണ് അതിൻ്റെ പേര്. അപ്നെ ഹാത്ത് സേ കരേറാ കർത്തെ, തൻ്റെ കൈകൊണ്ട് തന്നെ ബ്രഷ് ചെയ്തു കൊടുക്കുമെന്നു. അപ്നെ ഹാത്ത് സേ, തൻ്റെ കൈകൾ കൊണ്ട് തന്നെ ദാനാ കിലാത്തേത്തെ, തൻ്റെ ധാന്യങ്ങളും ഭക്ഷിപ്പിക്കുന്നു, തീറ്റിപ്പിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഓർ ദേഖ് കർ, ഇതൊക്കെ നോക്കി കണ്ടിട്ട് അദ്ദേഹം വളരെയധികം ഖുഷ് ഹോത്തെ, സന്തോഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത്രമാത്രം ആ കുതിരയോടുള്ള ഇഷ്ടമാണ് ഇപ്പോൾ ഇതിലൂടെ പറയുന്നത്. മാത്രമല്ല സുൽത്താൻ സേ, ഈ സുൽത്താനുമായിട്ടല്ല, ഈ സുൽത്താനോട് ജുദായി കാ ഖിയാൽ ബി, അതായത് വേർപാട്, അതായത് വേർപാടിൻ്റെ ചിന്ത പോലും ഉൻകേലിയെ അദ്ദേഹത്തിന് വേണ്ടി, അതായത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നാകാബിലെ ബർദാഷ്ത് താ, സഹിക്കാൻ കഴിയാത്തതായിരുന്നു. ബർദാഷ്ത് എന്ന് പറഞ്ഞാൽ സഹിക്കൽ എന്നൊക്കെ, നാകാബിലെ പറഞ്ഞാൽ കഴിയാത്തത്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സുൽത്താനുമായിട്ട്, അതായത് തൻ്റെ സുൽത്താൻ എന്ന് പേരുള്ള കുതിരയുമായിട്ട് വേർപാടിൻ്റെ ഒരു ചിന്ത പോലും അദ്ദേഹത്തിന് വേണ്ടി, അതായത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നാകാബിലെ ബർദാഷ്ത, സഹിക്കാൻ കഴിയാത്തതായിരുന്നു. അതായത് വേർപിരിയാൻ പോലും കഴിയില്ല. മാത്രമല്ല അദ്ദേഹത്തിന് വഹം ഹോഗയാത്ത, ഇങ്ങനൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഭാവന ഉണ്ടായിരുന്നു. എന്തെന്നാൽ ഞാൻ ഉസ്ഖേ ബിഗോർ, ആ കുതിരയെ കൂടാതെ, ആ സുൽത്താനെ കൂടാതെ ജിന്ദ, അല്ലെങ്കിൽ എനിക്ക് ഉസ്ഖേ ബിഗോർ, ആ സുൽത്താനെ കൂടാതെ ജിന്ദ നരഹ് സക്കോഗ, അതിനെ കൂടാതെ ജീവിക്കാൻ തന്നെ സാധിക്കില്ല എന്ന് അത്രത്തോളം അവരടുത്തുപോയി. അദ്ദേഹത്തിന് ഉസ്കി ചാൽപർ, ആ കുതിരയുടെ, ആ സുൽത്താൻ്റെ ചാൽപ്പർ, നടത്തത്തിൻ്റെ മേലെ ഫരേഫ്തേത്തെ, വളരെ ഇഷ്ടമുള്ളവരായിരുന്നു. അപ്പോൾ അതിൻ്റെ നടത്തം കാണുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറയും, ബാബാ ഭാരതി ഇങ്ങനെ പറയും, ഇസ് തറ ചൽത്തഹ, എൻ്റെ കുതിര ഇങ്ങനെ, എൻ്റെ സുൽത്താൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്, ജയ്സെ താവോസ് ഔദി ഘട്ടാവോ കോ ദേഖർ നാച്ച് രഹാ ഹോ, അതായത് എപ്രകാരമാണോ താവോസ് മയിലുകൾ ഔദി ചാടി ഘട്ടാവോ കോ ദേഖർ, പല ന്യൂനതകളെയും നോക്കിക്കണ്ട് നാച്ച് രഹാ ഹോ, നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്രകാരമാണോ അതേപോലെയാണ് എൻ്റെ കുതിര ഇങ്ങനെ നടക്കുന്നത്. അതായത് നല്ല നൃത്തം വെച്ചിട്ടൊക്കെ നല്ല എല്ലാത്തും നോക്കിക്കണ്ട് നടക്കുന്നൊരു കുതിരയാണ് എൻ്റെതെന്ന് അദ്ദേഹം ഇങ്ങനെ സ്വയം പറയുമായിരുന്നു.
ഇതൊക്കെ ഗാവോക്കെ ലോഗ് ആ ഗ്രാമത്തിലെ നാട്ടുകാരൊക്കെ ആളുകളൊക്കെ ഉസ് മുഹബത്ത് പർ എന്താ പറയുക മുഹബത്ത് പർ ഈ സ്നേഹത്തിൻ്റെ മേൽ ഈ അടുപ്പത്തിൻ്റെ മേൽ ഹൈറാൻത്തെ വളരെ എന്തായിരുന്നു പരിഭ്രമിക്കുന്നവരായിരുന്നു. അതുമാത്രമല്ല അത്ഭുതപ്പെടുന്നവരുമായിരുന്നു. ഇയാൾക്ക് എന്തിൻ്റെ കേട് എത്രത്തോളമൊക്കെ സ്നേഹം പറ്റുമോ അങ്ങനെയൊക്കെ പറയും. ബാസ് വക്ത് ചില സമയങ്ങൾ കൻകിയോസെ ഇഷാറേബി കർത്തേത്തെ കൻകിയോസറിനെ കടാക്ഷത്തോടെ, അതായത് നമ്മളിങ്ങനെ കടാക്ഷിക്കാറുണ്ടാലും ഇങ്ങനെ നമസ്കരിക്കുന്ന പോലെ ഇഷാറേബി കടാക്ഷ ഇഷാറേബി കർത്തേത്തെ സൂചിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ ഈ കുതിരനെയും രാജാവിനെയും കുതിരനെയും ഇയാളെ ഇങ്ങനെ കാണുമ്പോൾ എന്താണ് എല്ലാവരും വന്നിട്ട് ഇങ്ങനെ എന്താവും കടാക്ഷിക്കുന്ന പോലെ ഇങ്ങനെ ഒന്ന് തൊഴുതും അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു ഇത് കാണും. എന്നാലും അദ്ദേഹം പക്ഷേ ബാബാ ഭാരതിക്ക് ഉസ്കി അവരുടെ ആ ശ്രദ്ധ നെത്തി ഉണ്ടായിരുന്നില്ല. അതായത് അവരിങ്ങനെ ചെയ്യുന്നൊന്നും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. എല്ലാവരും ഇവരിങ്ങനെ സ്നേഹത്തോടെ ഇങ്ങനെ കൊടുന്ന് വരുമ്പോൾ എല്ലാം കാണുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ ഒന്നൊരിത് തോന്നും, ഇങ്ങനെ ഒന്ന് കടാക്ഷിച്ചു പോകും. എന്നാലും അദ്ദേഹം അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ജബ് തക് ഷാം കോ, അതായത് വൈകുന്നേര സമയമാകുന്നത് വരെ അദ്ദേഹം സുൽത്താൻ പർ തൻ്റെ കുതിരയായ സുൽത്താനിൻ്റെ മേൽ സവാർ ഹോക്കർ എന്താ പറയുക യാത്ര ചെയ്തിട്ട് ഒന്ന് സവാരി നടത്തിയിട്ട് 8 മീൽ കാ, അതായത് ഒരു 80 മൈലിൻ്റെ ചക്കർനലകാത്തെ, അതായത് ചുറ്റിത്തിരിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ചെയിൻ ഒന്ന് സമാധാനം വരില്ലായിരുന്നു. അതായത് അദ്ദേഹത്തിന് എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു 80 മൈലെങ്കിലും അതിൻ്റെ മേലിൽ ഇങ്ങനെ ചുറ്റിത്തിരിയുക, അല്ലെ വീണ്ടും വീണ്ടും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതാണ് പറഞ്ഞത്. ഒരു വൈകുന്നേരം ആകുമ്പോഴേക്ക് സുൽത്താന് സുൽത്താൻ പർ അദ്ദേഹം സുൽത്താൻ പർ ആ കുതിരയുടെ മേൽ സവാർ ഹോക്കർ സഞ്ചരിച്ചിട്ട് 8 മീൽ കാ, അതായത് 80 മൈലിൻ്റെ ചക്കർനലകാത്തെ ചുറ്റിത്തിരിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് സമാധാനം വരില്ലായിരുന്നു. അത്രക്കും ഭയങ്കര ഒരു ഇതാണ്. അങ്ങനെ ഒരു ചെറിയ 2 വരിയും കൂടി കേട്ടോ. കാലൻ എന്ന് പറഞ്ഞാൽ ഉസ് അലാക്കേക്ക ആ പ്രദേശത്തെ മഷ്ഹൂർ ഡാക്കൂത്ത, ഒരു പ്രസിദ്ധനായ ആരായിരുന്നു? ഒരു കൊള്ളക്കാരനായിരുന്നു കാളൻ എന്ന് പറയുന്ന ആൾ. ജനങ്ങൾ ഉസ്കാ നാം സുൻകർ, ആ കാളൻ്റെ പേര് കേട്ടിട്ട് തറാത്തേത്തെ ഇങ്ങനെ വിറക്കുമായിരുന്നു. അങ്ങനെ സുൽത്താൻക്ക് ഈ സുൽത്താൻ എന്ന് പറയുന്ന കുതിരയുടെ ശൂറത്ത് പ്രസിദ്ധിയും, അതായത് ആൾക്കാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പ്രസിദ്ധിയും ഉസ്കേബി അവൻ്റെ കാനോത്തക്ക്, അവൻ്റെ കാതുകളിൽ വരെ അവൻ്റെ കാതുകളിൽ വരെ എത്തി. അപ്പോൾ ഈ സുൽത്താൻ എന്ന് പറയുന്ന ഈ കുതിരൻ്റെ വർത്താനം, ഈ പ്രസിദ്ധി ഇയാൾ വരെ ഈ കാളൻ്റെ ചെവികളിൽ വരെ എത്തി. ഷൗക്കിനെ, പിന്നെ അതിനെ കാണാനുള്ള ആ താല്പര്യം, ദിൽമെ ഈ ഹൃദയത്തിൽ, ആ കാളൻ്റെ ഹൃദയത്തിൽ ചുട്കിയിലി നുള്ളലേറ്റു. അതായത് ഒന്ന് നുള്ളി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കാണാനുള്ള ഒരു ആഗ്രഹമേറി എന്ന് പറയാം. അങ്ങനെ ഒരു ദിവസം ദോപഹർ കെ വക്ത്, ഉച്ച സമയത്ത് ബാബാ ഭാരതിയുടെ അടുത്തേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. മാത്രമല്ല നമസ്കാർ കർക്കെ, അതായത് നമസ്കാരം ചെയ്തുകൊണ്ട് ഖട്ടാഹോഗയ, മുന്നിലിങ്ങനെ നിന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഇത് ഫുള്ളെടുക്കണം, കുറച്ചെടുക്കണം. എല്ലാവരും വീണ്ടും കേൾക്കുക. അർത്ഥം ഡൗട്ടുണ്ടെങ്കിൽ പേഴ്സണലായിട്ടോ ഗ്രൂപ്പിലോ ചോദിച്ചറിയുക തന്നെ വേണം. എല്ലാവരും ഡൗട്ടില്ലാതെ തന്നെ പാഠം പഠിക്കണം. അസ്സലാമു അലൈക്കും.